നമസ്കാരം. മോദി സർക്കാർ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ രോമത്തിൽ തൊടാമെന്ന് കരുതിയിട്ട് പോലും കാര്യമില്ല. ചൈനയോ അമേരിക്കയോ പാകിസ്ഥാനോ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല, ഒടിച്ചു മടക്കി കയ്യിൽ കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ വലിയ നിയന്ത്രണങ്ങളും ഹുങ്കും കാണിച്ചാൽ ഓച്ഛാനിച്ചു നിൽക്കാൻ മോദി കിട്ടില്ല. മോദി തല കുനിച്ചാൽ കുനിയുന്നത് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ തലകളാണെന്ന വ്യക്തമായ ബോധ്യമുള്ള മോദി ഒരു പേടിപ്പെടുത്തലിന് മുന്നിലും മുട്ടുവിറച്ചു നിൽക്കില്ല. ഇന്ത്യക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കാരെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും കാർഷിക മേഖലയെയും തകർത്തു തരിപ്പണമാക്കി കളയാമെന്ന് ചൈന സ്വപ്നം കണ്ടപ്പോൾ ഇനി സ്വപ്നം കാണാൻ ഉറക്കം പോലും ചൈനയ്ക്ക് വേണ്ട എന്ന് മോദിയും തീരുമാനിച്ചു. ചൈനയുടെ തന്ത്രം മിന്നൽ വേഗത്തിൽ സൗദിയിലേക്ക് നദ്ദയെ അയച്ചുകൊണ്ട് മോദി പൂട്ടിക്കെട്ടിക്കൊടുത്തു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ക്രൂഡ് ഓയിലിന് വേണ്ടി മാത്രമല്ല ഇന്ത്യ സൗദി അറേബ്യയെ ആശ്രയിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൗദിയിലെത്തിയ മന്ത്രി JP നദ്ദ സുപ്രധാന കരാറുകൾക്കുള്ള ചർച്ച നടത്തിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അടുത്ത 5 വർഷത്തേക്കുള്ള രാസവളം ഇടപാടിന് ഇരു രാജ്യങ്ങളും തമ്മിൽ കരാർ ഒപ്പുവെച്ചു. ഇന്ത്യൻ കമ്പനികളും സൗദിയിലെ ഖനന കമ്പനി മഅദിനുമാണ് കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇത് പ്രകാരം ഓരോ വർഷവും 31 ലക്ഷം മെട്രിക് ടൺ ട്രൈ അമോണിയം ഫോസ്ഫേറ്റ് സൗദി അറേബ്യ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യും. അടുത്ത 5 വർഷത്തേക്കാണ് കരാർ. വേണ്ടി വന്നാൽ മറ്റൊരു 5 വർഷം കൂടി കരാർ തുടരാനും സൗദി തയ്യാറാണ്. ഇതിൽ വലിയ തിരിച്ചടി ലഭിക്കുന്നത് ചൈനയ്ക്കാണ്. കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാന രാസവളമാണ് DAP. വിളകൾക്ക് നൈട്രജനും ഫോസ്ഫറസും നൽകുന്ന വളമാണിത്. ഇവ ഉപയോഗിക്കുന്നതോടെ അതിവേഗം വളർച്ച ചെടികൾക്കുണ്ടാകും. മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്താനും ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. ഖരദ്രാവക രൂപത്തിൽ ലഭിക്കുന്ന ഈ വളം മണ്ണിന്റെ ഘടന മനസ്സിലാക്കി മാത്രമാണ് ഉപയോഗിക്കുക. ഇന്ത്യയിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് DAP പൊതുവായി ഉപയോഗിക്കുന്നത്. ഇതിനു വേണ്ടി ഈ രാസവളം കൂടുതൽ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ട്. സൗദി അറേബ്യയുമായുള്ള കരാർ ഇതിന് സഹായിക്കും. യൂറിയയാണ് ഇന്ത്യ പ്രധാനമായും വളമായി ഉപയോഗിക്കുന്നത്. കൂടെ DAPയും. ഇതുവരെ ഈ വളത്തിനു വേണ്ടി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ചൈനയായിരുന്നു. ചൈനയെ DAPക്ക് വേണ്ടി ആശ്രയിക്കുന്നത് കുറയ്ക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വളം ഇറക്കി സംഭരിക്കാനും ഉപയോഗിക്കാനും തീരുമാനിച്ചതോടെയാണ് സൗദിയുമായുള്ള കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. ചൈന ഇടയ്ക്കിടയ്ക്ക് DAP കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ വരുത്താറുണ്ട്. ഈ നടപടി ഇന്ത്യയെ പലതരത്തിലും ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യത്തിലാണ് ബദൽ മാർഗം തേടിയത്. കഴിഞ്ഞ ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ച വേളയിൽ മറ്റു വിഷയങ്ങൾക്കൊപ്പം രാസവള കരാർ ചർച്ചകളും നടത്തിയിരുന്നു. എന്നാൽ പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദി വേഗത്തിൽ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഈ സാഹചര്യത്തിൽ JP നദ്ദയുടെ സൗദി സന്ദർശനത്തിൽ വിശദമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. യൂറിയ, DAP എന്നിവയുടെ ഇറക്കുമതി സൗദി അറേബ്യയിൽ നിന്ന് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കൂടാതെ പരസ്പര സഹകരണം, നിക്ഷേപം എന്നിവയും ചർച്ചയായി. ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സൗദിയിലെ രാസവള മേഖലയിൽ നിക്ഷേപിക്കാനുള്ള സാധ്യതകളും ആരായുന്നുണ്ട്. സൗദി അറേബ്യ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന ചർച്ചകളും നടന്നുവെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സൗഹൃദത്തോടെ അല്ലാതെ ഇന്ത്യയെ സമീപിക്കാൻ ശ്രമിക്കുന്നത് ഏത് രാജ്യമാണെങ്കിലും തകർത്തു തരിപ്പണമാക്കി കയ്യിൽ കൊടുക്കാൻ തനിക്ക് ഒരു മടിയുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മോദി സർക്കാരിന്റെ ഭരണ മികവിന്റെ പട്ടിക നീളുകയാണ്.